തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. Duplicates 136,029. Others എന്നുള്ള കാറ്റഗറി 160,830. ഇതെല്ലാം കൂട്ടി ചേർത്തിട്ടാണ് 24,08,503. ഓക്കെ. ഡെഡ് ആയിട്ടുള്ളത് നമ്പേഴ്സ് 649,885. 649,885. ആബ്സെന്റ് 645,548. ഇതെല്ലാം താങ്കൾക്കൊരു പ്രസ് നോട്ട് കൊടുക്കുന്നുണ്ട്, അതിലെല്ലാം ഉണ്ട് കണക്ക്. ബട്ട് എനിവേസ്, പിന്നെ ഷിഫ്റ്റഡ് 816,221, ഡ്യൂപ്ലിക്കേറ്റ് 136,029, അതേഴ്സ് 160,830. ഇതെല്ലാം അൺകളക്റ്റബിൾസിൻ്റെ മൊത്തം കണക്ക് 24,08,503. ഇറ്റ് ഈസ് അബൌട്ട് 8.65%. മാറ്റമൊന്നുമില്ല. സോ ഇപ്പോൾ അൺകളക്റ്റബിളായി വന്നിട്ടുള്ള ലിസ്റ്റിലെ ആരെങ്കിലും ഷിഫ്റ്റഡ് ആയിട്ടുള്ളവരോ ആബ്സെൻ്റ് ആയിട്ടുള്ളവരോ ആർക്കെങ്കിലും പുതിയതായിട്ട് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6 പൂരിപ്പിച്ച് നൽകണം. അതിനൊപ്പം ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും. ഈ ഡിക്ലറേഷൻ ഫോം നമ്മുടെ നിലവിലുള്ള എനുമറേഷൻ ഫോം മാതിരി തന്നെ ഒരു ഫോമാണ്. അത് കൂടി പൂരിപ്പിച്ച് നൽകണം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷനുടെ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ നിലവിലുള്ള ഡ്രാഫ്റ്റ് റോളിലെ ഇല്ലാത്തവർ, എലിജിബിൾ ആയിട്ടുള്ളവർ ഫോം 6 പ്ലസ് ഒരു ഡിക്ലറേഷൻ ഫോമോട് കൂടി തരുവാണെങ്കിൽ അവരെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് കൂട്ടിച്ചേർക്കാവുന്ന പ്രോസസ്സ് ആണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് മുതൽ ഒരു മാസത്തേക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് പീരിയഡാണ്. ആർക്കെങ്കിലും നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡ്രാഫ്റ്റ് റോൾ ഇലെ ഒബ്ജെക്ഷൻസ് ക്ലെയിംസ് ഉണ്ടെങ്കിൽ അവർക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് അവർക്ക് ഫയൽ ചെയ്യാം. പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6, ഓവർസീസ് എലക്ടേഴ്സ് പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6A, ഡിലീഷൻ ആവശ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫോം 7, ഷിഫ്റ്റിംഗ് ആവശ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫോം 8. ഇതോടൊപ്പം ഡിക്ലറേഷൻ ഫോം കൂടി അത് ഫിൽ ചെയ്ത് തരണം എന്നുള്ളതാണ് നിലവിലുള്ള നിർദ്ദേശം. ഈ എല്ലാ ഫോംസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ഓൺലൈൻ അവൈലബിൾ ആണ്. BLOമാരോട് ബന്ധപ്പെടുകയാണെങ്കിൽ ഓഫ്ലൈനായിട്ട് വേണമെങ്കിൽ പൂരിപ്പിച്ച് അവർക്ക് നൽകാൻ സാധിക്കും. ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസിൻ്റെ പീരിയഡ് 23 ഡിസംബർ മുതൽ 22 ജനുവരി വരെ ഉള്ളതാണ്. പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ ഏകദേശം ഒരു 1000 ഉദ്യോഗസ്ഥർ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലെ AROമാർ, EROs അടക്കം എല്ലാ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഏകദേശം ഒരു 1000 ആൾക്കാർ ഉണ്ടാവും അക്രോസ് ദ സ്റ്റേറ്റ്. ഇപ്പോൾ നിലവിൽ തന്നെ നമുക്ക് 140 EROs ഉണ്ട്, 140x5 AROs ഉണ്ട്. പ്ലസ് കൂടുതൽ സ്റ്റാഫോട് കൂടി നമ്മൾ ഏകദേശം ഒരു 1000 ഉദ്യോഗസ്ഥർ ഈ ക്ലെയിംസ് പ്രോസസ്സിങ് നോക്കാനും പിന്നെ ഹിയറിങ് വേണ്ടിയിട്ട് നമ്മൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിയറിങ്ങിൻ്റെ ഭാഗമായിട്ട് EROമാർ എടുക്കുന്ന തീരുമാനമെതിരെ ആർക്കെങ്കിലും അപ്പീൽ ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ 15 ദിവസത്തിനകം അവർക്ക് ജില്ലാ കളക്ടറുടെ മുൻപാകെ അപ്പീൽ ഫയൽ ചെയ്യാം. അതാണ് ഫസ്റ്റ് അപ്പീൽ. ജില്ലാ കളക്ടർ എടുക്കുന്ന തീരുമാനമെതിരെ അവർക്ക് 30 ദിവസത്തിനകം ചീഫ് ഇലക്ടറൽ ഓഫീസർ മുൻപാകെ കൂടി അവർക്ക് ഒബ്ജെക്ഷൻസ് അപ്പീൽ ഫയൽ ചെയ്യാൻ സാധിക്കും. ഇത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. ഇപ്പോൾ SIRയുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനും നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നെലിജിബിൾ ആയിട്ടുള്ള എല്ലാ വോട്ടേഴ്സിനും നമ്മൾ ലിസ്റ്റിൻ്റെ പുറത്ത് ആക്കണം എന്നുള്ളതാണ് നമ്മുടെ SIRയുടെ മാൻഡേറ്റ്. അതനുസരിച്ചിട്ട് ഇന്ന് നമ്മൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് താങ്കളുടെ പേര് ഡ്രാഫ്റ്റ് റോളിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ക്ലെയിംസ്, ഒബ്ജെക്ഷൻസ്, സ്ഥലം മാറ്റാൻ ഇല്ല പോളിംഗ് സ്റ്റേഷൻ മാറ്റാൻ
ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിലവിലുള്ള ഫോം ഫിൽ ചെയ്തിട്ട് അത് നമുക്ക് ലഭ്യമാക്കണം. അതനുസരിച്ചിട്ട് നമ്മൾ ബാക്കി പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പുതിയതായിട്ട് വോട്ടേഴ്സ് കൂടി നമ്മൾ ഈ പ്രാവശ്യം വളരെ നേരത്തെ തന്നെ അവരെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ജില്ലാ കളക്ടർ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷൻസിൽ നമ്മൾ പുതിയ വോട്ടേഴ്സിന് 18 പൂർത്തിയായിട്ടുള്ളവർ ഇല്ല 17 കാരണമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇലക്ഷന് മുൻപ് 18 പൂർത്തിയാകാൻ പോകുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ ബന്ധപ്പെടുകയും അവരെ വോട്ടർ ലിസ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഈ അവസരത്തിൽ ഈ SIR വളരെ നല്ല വിധത്തിൽ നടപ്പിലാക്കാൻ സഹായിച്ച കേരളത്തിൻ്റെ എല്ലാ ജനങ്ങളോട് ഇലക്ഷൻ കമ്മീഷൻ നന്ദി പറയുന്നു. അതിനൊപ്പം എല്ലാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്, എല്ലാ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ബൂത്ത് ലെവൽ ഏജൻറ്റ്സ്, മീഡിയ എല്ലാവരോട് ഈ അവസരത്തിൽ നന്ദി പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ASD സോ ASD ലിസ്റ്റ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പ്രത്യേകമായിട്ട് അത് കൂടി നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ASD എന്ന് പറയുന്നത് ഓൾറെഡി നിലവിലെ ആബ്സെൻറ്റ്, ഷിഫ്റ്റഡ്, ഡിലീറ്റ് ആയിട്ടുള്ള അല്ല ഡെഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ നമ്മൾ ഹിയർ ചെയ്യാനുള്ള ഒരു റിക്വയർമെൻറ്റ് ഇല്ല. അവരെ പേര് കൂട്ടി ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6 കൂടി ഒരു ഡിക്ലറേഷൻ ഫോമോട് കൂടി അവർ വരണം എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ. അത് എല്ലാവരും അത് ഫോളോ ചെയ്യണം. സോ നമുക്ക് നമ്മൾ നിലവിലുള്ള ഇലക്ട്രൽ റോൾ പ്രസിദ്ധീകരിച്ചപ്പോൾ നമുക്ക് മാപ്പിംഗ് ചെയ്യാനുള്ള ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ 2002 ലിസ്റ്റോട് കൂടി മാപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അത് 18-ാം തീയതി ഡിസംബർ വരെയാണ് നമ്മൾ മാപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചത്. അതിപ്പോൾ 93% മാപ്പിംഗ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് 18-ാം തീയതി വരെയാണ്. ഇതിൽ കൂടുതൽ നോ മാപ്പിംഗ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അർബൻ ഏരിയാസിലാണ്. സെമി അർബൻ ഏരിയാസ്, അതായത് ട്രിവാൻഡ്രം, കോട്ടയം, എറണാകുളം, ഈ ജില്ലകളിലെ അർബൻ ഏരിയാസിലെ കൂടുതൽ ആൾക്കാർ ആ 3ാമത്തെ സെക്ഷൻ, അതായത് 2002 വോട്ടർ പട്ടിക പരിശോധിക്കാതെയാണ് അവർ ഫോംസൊക്കെ തന്നിട്ടുള്ളത്.